ഹലോ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷം അറിയിക്കുന്നു. ഞങ്ങൾ സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന രണ്ടാളുകൾ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് വീണ്ടും തിരിച്ചു വരുവാണ്. സോ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുന്നു. നമുക്ക് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇതിലൊരു കാർത്തിക സിംഗ് സീനുണ്ട്. ഇതിലൊരു കാർത്തിക സിംഗ് സീൻ നമ്മൾ പോസ്റ്ററൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു റൂമറൊക്കെ വന്നിരുന്നു. അതായത് മമ്മൂക്ക ലാലേട്ടൻ്റെ കാലിനാണ് ഹോൾഡ് ചെയ്തിരുന്നത് ആ സീനകത്ത്. അപ്പോൾ ആ ഒരു സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെപ്പറ്റി അതിൻ്റെ കഥകളുണ്ട്. ലാലേട്ടൻ്റെ കാലിലാണ് മമ്മൂക്ക ഹോൾഡ് ചെയ്ത് നിന്നത്. അതായത് ആ കാർത്തിക സിംഗ് സീനകത്തെ ഈ ഡോറ് സൈഡിലോട്ട് കാല് ഹോൾഡ് ചെയ്യുന്നില്ല. ഒരു റൂമറൊക്കെ വന്നിരുന്നു. പുള്ളി ഊന്നുപടി വെച്ചിരിക്കുക. പുള്ളിയാണ് ഊന്നുപടി വെച്ചിരിക്കുക. ഇത് മനസ്സിലായില്ല എന്താ ചോദ്യം? ആ ഒരു ഫൈറ്റ് സീൻ, അതായത് ആ ചേസിങ് സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ചേസിങ് സീൻ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ചേസിങ് സീൻ വണ്ടി ഓടിക്കുന്നത് ചാക്കോച്ചനാണ്. ഞങ്ങളുടെ രണ്ടുപേരും, ഞാൻ അവശന പുള്ളിയുടെ കാലം വയ്യ. അപ്പോൾ ചേസ് ചെയ്യുന്ന മുഴുവൻ വലിയ ഹീറോയ്സ് കാണിക്കുന്നത് ചാക്കോച്ചനാണ്. ചാക്കോച്ചനോട് ചോദിക്കുക എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്. ഞങ്ങൾ രണ്ടുപേരും പാസഞ്ചേഴ്സാണ്. സത്യം ചോദിച്ചു നോക്കൂ. പറ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇവരുടെ ഇടയ്ക്ക് ഏറ്റവും നല്ല മൊമെന്റ്സ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചേസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഐ വാസ് ചേസിങ് മൈ ഡ്രീംസ്. അത്രേ ഉള്ളൂ. ഒരു കാര്യം ഒന്ന് ഉറപ്പിച്ച, സമയത്തിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു ചോദ്യം, മഹേഷ് മമ്മൂക്ക രണ്ടുപേരും ഒരുമിച്ച് നമ്മൾ ഓരോ കാര്യം ജഡ്ജ് ചെയ്യുന്നത് കാഴ്ചയിലൂടെയാണ്. ഇപ്പം സച്ചിൻ തെണ്ടുൽക്കർ വലിയൊരു ക്രിക്കറ്ററാണെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ്. മമ്മൂക്ക ഒരു മഹാനായ നടനാണെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ്. അനുഭവം കൊണ്ട് മനസ്സിലായതാണ്. ഇപ്പം ഈ ട്രെയിലറിന്റെ അവസാനം മമ്മൂക്ക പറയുന്നുണ്ട്, ഞാൻ പേട്രിയോട്ടാണെന്ന് പറയുന്നുണ്ട്. ദേശസ്നേഹത്തിനൊരു അളവുകോലുണ്ടോ? അതിനൊരു മാനദണ്ഡം എങ്ങനെയാണ്? അങ്ങനെ നമ്മൾ അയാളൊരു വലിയ ദേശസ്നേഹിയാണ് നമ്മൾ പറയണമെങ്കിൽ അതിനൊരു അളവുകോലുണ്ടോ? അത് ഓഡിയൻസിനോടുള്ള ചോദ്യമാണ്. ആക്ച്വലി അത് പടം കണ്ട് തീരുമ്പോൾ മനസ്സിലാക്കണം വെദർ ഈസ് എ പേട്രിയറ്റ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. അത് ക്വസ്റ്റ്യനായിട്ട് തന്നെയാണ്. അത് ആൻസർ ചെയ്യേണ്ടത് പ്രേക്ഷകർ. ദേശാഭിമാനി, രാജ്യസ്നേഹി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യത്യസ്തമായ വാക്കുകളുണ്ട്. അതിലേതാണ് ഇതിന് അർത്ഥമാക്കുന്നത് നമ്മൾ സിനിമ കാണിച്ചത്. ഒരു മറുചോദ്യമായി അങ്ങോട്ട് തന്നു. സമയമുള്ളതുകൊണ്ടാണ്, എന്നോടൊന്നും തോന്നരുത്. ഇനി ആക്ച്വലി സ്പീക്കിംഗ് ആ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 3 ഹാൻസം ഗൈസ് ഇവിടെ